റെന ഗിസേലിൻ്റെ ഒപ്പം കൂടിയിട്ട് ഇതുപോലെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവർ രണ്ടുപേരും കൂടെ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ നടക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പാട്ട് പോലെ പറഞ്ഞുകൊണ്ട് നടക്കണം ഒരു ചൈനീസ് ഭാഷയിലുള്ള ഒരു ചീത്ത. അതെന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ കാണിക്കുമ്പോൾ അത് മ്യൂട്ടായിട്ട് കാണിക്കുന്നെങ്കിലും ലൈവിലും അതുപോലെ തന്നെ റീൽസുകളിലും ഒക്കെ ഈ വേർഡ് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഷുഷുഷുങ്ങായ അനുമോളെ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത്. ഇത് ചൈനീസ് ഭാഷയിൽ വലിയൊരു തെറിയാണ്. ഈ കുട്ടി ഒരിക്കലും ഇത് വിളിച്ചതോ പോട്ടെന്ന് വയ്ക്കാം. ഇത് ഒരു പാട്ട് പോലെ ചില പിള്ളേരുണ്ടല്ലോ, ചില സ്കൂളിലൊക്കെ പഠിക്കുന്ന ചില കുരുത്തംകെട്ട പിള്ളേരിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത് പോലെ ആ ഗാർഡൻ ഏരിയ വഴി ഫുള്ളിങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഒരിക്കലും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ പറയുന്നതിലൂടെ മറ്റു കുട്ടികളൊക്കെ ഇത് കേട്ടിട്ട് അവരും ഇതുപോലെ വിളിക്കാനായിട്ട് ശ്രമിക്കും. ഇതിനെതിരെ കർശനമായിട്ടും ലാലേട്ടൻ വന്നിട്ട് റെനയ്ക്ക് നല്ലൊരു പണി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഇവരിങ്ങനെ വിളിച്ചു നിർത്തിയിട്ട് ഇതുപോലുള്ള തെറിവാക്കുകൾ, അസഭ്യങ്ങൾ ഈ വീടിനുള്ളിൽ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുപോലും വകവയ്ക്കാതെ ഇതൊന്നും വേറെ ആർക്കും മനസ്സിലാവത്തില്ല, ഇതിൻ്റെ മീനിങ് വേറെ ആർക്കും മനസ്സിലാവത്തില്ല എന്നുള്ളൊരു അഹംഭാവമാണ് കേട്ടോ റെനയ്ക്കുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അന്ന് ലാലേട്ടൻ പറഞ്ഞു ആ റെന നല്ല കുട്ടി അല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നു. ആ ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടാണോ എന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് വീടിന് പുറത്ത് ബാഡായിട്ടുള്ള ഇമേജ് ആയിരിക്കും എന്ന് കരുതിയിട്ടാവാം റെന അങ്ങ് ഭയങ്കരമായിട്ട് വലിയ ആളാവാൻ ശ്രമിക്കുന്നത്. വേറൊരു എപ്പിസോഡിലും കാണുകയുണ്ടായി, അടുക്കളയിൽ നിൽക്കുമ്പോഴും അനുവിനെ വല്ലാണ്ടങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുവാണ്. അനുവിൻ്റെ കയ്യിലിരുന്ന കട്ടിംഗ് ബോർഡ്, അവൾ ചോപ്പ് ചെയ്തുകൊണ്ടിരുന്ന കട്ടിംഗ് ബോർഡ് വരെ തട്ടിയെടുത്തിട്ട് ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു അഴുക്ക് പിള്ളേരെ പോലെ കിടന്ന് കാണിക്കുവാണ് കേട്ടോ ഈ റെനയ്ക്ക് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഗെയിമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ആ കൊച്ചിന് ഒന്നും അറിയത്തില്ല, ഒരു ഇതും ഇല്ലാതെ അതിനകത്ത് എന്തൊക്കെയോ കിടന്ന് കാണിക്കുവാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു തെറി വാക്കും കൂടി എത്ര ക്യാമറ ഉള്ള വീടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗിസേലിൻ്റെ ഒപ്പം കൂടിയിട്ട് ഇപ്പം ഇങ്ങനെ ഈ തെറി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് റെനയുടെ മെയിൻ ഹോബി. ഇതിന് ലാലേട്ടൻ ഉറപ്പായിട്ട് നല്ലൊരു പണി കൊടുക്കണം. ഇത് ഇൻസ്പയർഡ് ആയിട്ട് എത്രയോ കുട്ടികൾ ചിലപ്പോൾ വിളിച്ചിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.